ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽക്കൊഴുക്കട്ടയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയുടെ അളവ് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം ശർക്കര എടുത്താൽ മതിയാവും. ഇപ്പോൾ ശർക്കര എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ച് വെക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. 1.5 കപ്പ് പൊടിക്ക് 2 കപ്പോളം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യം കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുത്ത് മിക്സ് ആയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോൾ ഒരുപാട് വലിപ്പം കൂടി പോകരുത്. ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. അപ്പോഴാണ് കേട്ടോ പാൽക്കൊഴുക്കട്ട കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മാവെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാൽക്കൊഴുക്കട്ട റെഡിയാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് മാവ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്നട്ടിന് പകരം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താലും മതി. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് അരമുറി തേങ്ങയുടെ 1 കപ്പ് 1/4 പാലും 1.25 കപ്പ് 2 പാലും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ 2.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ടോട്ടൽ നമുക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നിന്നും 1.25 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്ത ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് മാവ് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കൊഴുക്കട്ട ഒന്ന് വെന്ത് തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരും. ഇപ്പോൾ കൊഴുക്കട്ട എല്ലാം വെന്ത് തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ അത്രയും സമയം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാവ് കലക്കി വെച്ചില്ലേ, അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത കാഷ്നട്ട് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ മാറ്റി വെച്ച 1 കപ്പ് 1/4 പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ നിൽക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽക്കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ശർക്കര ഇല്ലാതെ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്.
ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.